നിലമ്പൂരിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിഎഫ്ഒ ഓഫീസ് അടിച്ചു തകർത്ത് DMK പ്രവർത്തകർ. കൂട്ടുപൊളിച്ച് പ്രവർത്തകർ അകത്ത് കയറി. PV അൻവറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ പ്രതിഷേധമാണോ അവിടെ നടന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? PV അൻവറിന്റെ സാന്നിധ്യമുണ്ടോ ഇപ്പോഴും അവിടെ? PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും അവിടെ DFO ഓഫീസിലേക്ക് കയറി പൂട്ടുപൊളിച്ച് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നേരിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചും കുത്തിയിരുന്നും അൻവറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരും ഉപരോധ സമരം നടത്തി. തുടർന്ന് അവർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. നിലവിൽ സംഘർഷാവസ്ഥയില്ല. അൻവറിന്റെ പ്രസംഗം DFOയും സർക്കാരിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു. ഇത് സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് എന്നായിരുന്നു അൻവർ പരാമർശം നടത്തിയത്. മണിക്കൂറുകളോളം പരിക്കേറ്റ് മണി ചികിത്സ കിട്ടാതെ കിടന്നു. 2 മണിക്കൂർ അധികം സമയമെടുത്ത ശേഷമാണ് മണിയെ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ സാധിച്ചത്. സമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മണിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അൻവർ പറഞ്ഞു. അധികൃതർ ആണ് ഈ മരണത്തിന് ഉത്തരവാദിയെന്നും ഇതിനെ കാട്ടാന ആക്രമണം എന്ന് പറഞ്ഞ് തള്ളാനാകില്ലെന്നും അൻവർ പറഞ്ഞു. കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ മണിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നെന്നും അൻവർ കുറ്റപ്പെടുത്തി. ഇതിനെ തുടർന്നാണ് പ്രവർത്തകർ DFO ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറി പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ. അതേസമയം DFO ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് പുറത്തെത്തിക്കുവാൻ ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ മണിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നും മണിയുടെ കുടുംബത്തിലെ അവസ്ഥ മനസ്സിലാക്കി നടപടി സ്വീകരിക്കുമെന്നും മണിയുടെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി വനം വകുപ്പിൽ നൽകുമെന്ന് വനമന്ത്രി അറിയിച്ചിട്ടുള്ളതായും DFO വ്യക്തമാക്കി. അടിയന്തര സഹായമായി 5 ലക്ഷം രൂപയും ഇന്ന് തന്നെ നൽകും. ഇതിനൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ കൊടുങ്കാട്ടിൽ എത്തിച്ചേരാൻ ദുഷ്കരമായ ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ, ആദിവാസി മേഖലയിലുള്ളവരെ കുറെ കൂടി വനത്തോട് ചേർന്ന് എത്തിച്ചേരാൻ സൗകര്യമുള്ളിടങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും DFO വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മണിയുടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് വൈകുന്നേരം 6:45 മണിയും സംഘവും കാട്ടാനയുടെ മുമ്പിൽ അകപ്പെടുന്നത്. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ മനു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയെ കണ്ട് ബാക്കിയുള്ളവർ ചിതറിയോടി. ആനയുടെ ആക്രമണത്തിൽ മണിക്ക് പരിക്കേൽക്കുകയായിരുന്നു. ഇവർ ഉള്ളിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടന്നത് പുറം ലോകം അറിയുവാൻ ഏറെ വൈകിയ ഒരു സാഹചര്യമായിരുന്നു. 8:15 ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ നടപടി തുടങ്ങുന്നത്. അതും മണിയുടെ സഹോദരൻ അയ്യപ്പനെത്തി തലയിലേറ്റിയാണ് ഇവരെ വാഹനം എത്തുന്ന ഇടം വരേക്ക് ചുമന്ന് കൊണ്ടുവന്നത്. അതിനുശേഷം കരുളായി വരെ ജീപ്പിലും കരുളായിൽ നിന്ന് ആംബുലൻസിലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മണിയുടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഇന്ന് അത്യധികം ദൗർഭാഗ്യകരമായ സംഭവമാണ് നിലമ്പൂർ ഉൾക്കാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാർ സാധ്യമായതെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം PV അൻവർ ഇത് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് ഈ ഒരു അപകടം കാട്ടാന ആക്രമണം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാതെ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും പിഴവാണ് മണിയുടെ ജീവൻ എടുക്കാൻ കാരണമായതെന്ന
ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും അടിയന്തരമായ നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് DFOയും അറിയിച്ചിട്ടുണ്ട്. മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കരളായിൽ വന്നവർ തിരിച്ചു പോയി ഒരു പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോന്നു. ഇവർ നടന്ന് അവരുടെ കോളനിയിലേക്ക് പോകാൻ ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും തെറിച്ചു വന്ന് കുട്ടികളോട് ബാക്കി കൂടെയുള്ളവർ ഇത് ചെയ്തു. ബാക്കിയുള്ളവർ ഓടി. അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ, ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ്, ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു. അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു. നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇവർ താമസിക്കുന്നത് ഇതിൽ നിന്ന് നടന്ന് ഏകദേശം 5 മണിക്കൂറൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ താമസിക്കുന്നത്. അതാണ് സ്ഥിരമായി ഒരു ഈ സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി, വന പ്രൊഡക്ട്സ് ശേഖരിക്കാൻ വേണ്ടി പല പല സ്ഥലങ്ങളിലായി നിൽക്കും. ഇദ്ദേഹം ഒരു ഇതിൽ സ്ഥലത്ത് നിൽക്കുന്നതാണ്. വളരെ തിക്ക് ഫോറസ്റ്റ്, ഓൾമോസ്റ്റ് മുക്കുർത്തിയുടെ അടിഭാഗത്തിൻ്റെ അടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. പോകുന്ന വഴിയാണ്. 6:30 നടന്നിട്ട് 8:10 വിവരം കിട്ടുന്നത്. പിന്നെ ഇത് ആരാ ഫോറസ്റ്റിന്റെ ജീപ്പിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ടാക്സിനാണ്. ആ ടാക്സിന്റെ അവർ തന്നെ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് വിവരം പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിലേക്ക് എത്തില്ല, പോയേക്ക്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇത് ഉൾക്കാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിൽ വനം വകുപ്പിന് ഒരുക്കാൻ കഴിയുമായിരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഒരു വനം വകുപ്പിന്റെ വീഴ്ച എന്ന ആക്ഷേപത്തിന് എത്ര കണ്ട് കഴമ്പുണ്ട്? സജിത്ത്, മുക്കുരുത്തി വനമേഖല എന്ന് പറയുമ്പോൾ അത് നിലമ്പൂരിലെ നിത്യഹരിത മേഖലകളിൽ സംരക്ഷിത വനമേഖലയിൽ പെട്ട ഇടമാണ്. അവിടെയാണ് ഇവരുടെ താമസം. അവിടേക്ക് പോകുന്ന വഴിയാണ് ഇവർക്ക് ഇവർ ആനയുടെ ആക്രമണത്തിൽ പെടുന്നത്. അതായത് സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ അതീവ ദുഷ്കരമായ ഇടത്താണ് ഇവരുടെ ഈ ഒരു അപകടം സംഭവിച്ചത്. നടന്ന് ഏകദേശം വാഹനത്തിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂറിലധികം ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് അവിടെ. അപ്പോൾ അവിടേക്ക് ചേർന്നിട്ട് അവരെ എത്തിക്കുക എന്നുള്ളതാണ് അധികം സാഹസം. ഇത് 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് വനം വകുപ്പിനെ നമുക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവർക്ക് കോളനിയിലേക്ക് പോകുന്ന വഴിയിലെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചിരുന്നില്ല. അത് കാരണം ഇവർക്ക് മുന്നിലുള്ള കാഴ്ചകൾ, ഏതെങ്കിലും വന്യമൃഗം ഒളിച്ചിരുന്നാൽ പോലും അവർക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അതും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഈ അടിക്കാട് തെളിക്കുന്ന നടപടികൾ തുടങ്ങിയെന്ന് DFO വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് അവിടെ മൊബൈൽ ടവർ റേഞ്ച് എവിടെയും ഇല്ല എന്നുള്ളതാണ്. അതായത് വനത്തിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് അത് പുറത്തേക്ക് അറിയിക്കുവാൻ ഇവർ കോളനിയിലേക്ക് നടന്നു പോയി ചെന്ന് അവിടെ നിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വേണ്ടി വന്നു. ഫോൺ വിളിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. മൊബൈൽ ടവർ അവിടെ, മൊബൈൽ റേഞ്ച് തീരെ ഇല്ലാത്ത ഒരു സാഹചര്യം. അതാണ് ഈ അപകടം പുറത്തറിയാൻ വൈകിയതും രക്ഷാപ്രവർത്തനം വൈകാനും കാരണമായത്. തുടർന്ന് അയാളുടെ സഹോദരൻ അയ്യപ്പൻ ഇയാളെ തലയിലേറ്റി ചുമന്നുകൊണ്ടാണ് ഈ വാഹനം എത്തുന്ന ഇടം വരേക്ക് 1.5 കിലോമീറ്റർ അധികം ദൂരം കാട്ടിലൂടെ നടന്നു കൊണ്ടുവന്നാണ് വാഹനത്തിൽ കയറ്റിയത്. അപ്പോൾ ഇതിൽ നമുക്ക് വനം വകുപ്പിന് പ്രത്യക്ഷത്തിൽ ഈ കുറ്റം പറയുക എന്നുള്ളത്, ഈ ഒരു അടിക്കാട് തെളിക്കാത്ത വിഷയം വനം വകുപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു വീഴ്ചയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനപ്പുറത്തേക്ക് ഉൾക്കാട്ടിൽ താമസിക്കുമ്പോൾ ഈ ഉൾക്കാട്ടിൽ ഉണ്ടായ ഈ അപകടം അത് പുറത്തറിയാനുള്ള സംവിധാനം ഉണ്ടായില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ ഉൾക്കാട്ടിൽ നമുക്ക് എത്രമാത്രം മൊബൈൽ റേഞ്ചുകൾ സ്ഥാപിക്കാൻ സാധിക്കും, ടവറൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുമെന്നൊക്കെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന, വനംവകുപ്പിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. എന്നാണെങ്കിലും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. അതിന് അവർ ആദ്യം പറയുന്നത് ദുഷ്കരമായ ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കുറെ കൂടി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, അതായത് വനത്തോട് ചേർന്നുള്ള മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ താമസിക്കുന്ന ഇടങ്ങളിലേക്കുള്ള വഴികൾ കുറെ കൂടി ഗതാഗത യോഗ്യമാക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്നത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള നടപടികളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ നിന്നും ഒരു നാട്ടിലേക്കൊരു
വന്യജീവി ഇറങ്ങി തീർക്കുന്ന നാശവും എടുക്കുന്ന ജീവനും അതുപോലെ നമുക്ക് ഈ ഉൾക്കാട്ടിലുണ്ടായ അപകടത്തെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപകടം നടന്ന ഇടത്തു നിന്നും അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ സമയമെടുത്തതും അപകട വിവരം പുറത്തറിയാൻ ഏറെ വൈകിയതുമാണ് ഇവിടെ പ്രധാനമായിട്ടും ഒരു വലിയ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് വഴിയൊരുക്കിയത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വനവാസിയായ ഒരു യുവാവിനെ ആന ചവിട്ടിക്കൊന്നു. 5 വയസ്സുകാരൻ ബാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉൾക്കാട്ടിനുള്ളിൽ വെച്ച് നടന്ന സംഭവമാണ്. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ്. DFO ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം. ഓഫീസിൻ്റെ പൂട്ടുകൾ തല്ലി തകർത്ത് അവിടെ പ്രതിഷേധക്കാർ അകത്ത് പ്രവേശിച്ച് വലിയ പ്രതിഷേധമാണ് നടത്തിയത്.